Gente, contar pra vocês uma fofoca, vocês vão rir demais. Não, vou contar fofoca. അങ്ങനെ ഒരു ബ്രസീലിയൻ മോഡലില്ല. അല്ലെ നോക്കൂ, ഇത് ബ്രസീലിയൻ മോഡലാണെന്ന് ആരാണ് പറഞ്ഞത്? സമ്മൺ എന്നാണ് ഇവരുടെ നാഷണാലിറ്റി, ബ്രസീലിയൻ ആണെന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇവരുടെ പേരെന്താണ്, ഇവരുടെ ഐഡന്റിറ്റി എന്താണ്, ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു സംശയമാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് അല്ലേ? നമ്മുടെ ചങ്കുട്ടിന്റെ സംശയമാണ് മാറ്റി കൊടുക്കുക. ചങ്കുട്ടി മാത്രമല്ല, തുടക്കത്തിൽ പറഞ്ഞതാണ് ജിതിൻ ദേവ്. ഇങ്ങനത്തെ രണ്ട് വേട്ടാവളിയന്മാരുടെ സംശയമാണ് തീർത്തു കൊടുക്കുക. ആളെ കിട്ടിയിട്ടുണ്ട്. ബ്രസീലിയൻ മോഡലിന്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ബ്രസീലിയൻ മോഡൽ തന്നെ ഒരു വീഡിയോ നടത്തിയിട്ടുണ്ട്. ഏത് ഊളകളാണ് ഇത്? വേട്ടാവളിയന്മാരാണ്. അതും 8 കൊല്ലം മുമ്പ് എടുത്തൊരു ഫോട്ടോ വെച്ചിട്ട് ഇമ്മാതിരി ഊളപ്പരിപാടിക്ക് നിൽക്കുന്നതെന്നാണ് ചോദിച്ചത്. ഏതായാലും നിങ്ങൾ അതിന്റെ ക്ലിപ്പ് കണ്ടിട്ട് പോവാം. Gente, contar pra vocês uma fofoca, vocês vão rir demais. Não, vou contar fofoca. Gente, estão usando uma foto minha, antiga. A foto é velha. അവർ പറയുന്നത് ബ്രസീലിയൻ ലാംഗ്വേജിലായതുകൊണ്ട് കേട്ടോ അവരങ്ങനെ സംസാരിക്കുന്നത്. അതായത് അവർ പറയുന്നത്, ഞാൻ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ക്രേസി ആയിട്ടുള്ള ഒരു സംഭവം ഒന്ന് കണ്ടു. അതായത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്ത്യയിലെ ഏതോ ഒരു സ്ഥലത്ത് വോട്ട് പോലത്തെ എന്താ അവർക്ക് സംഭവം അറിയില്ല, നമ്മുടെ ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല, വോട്ട് പോലത്തെ എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ എൻ്റെ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട്, എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി എനിക്കൊരു കോള് വന്നു. ഏതൊരു ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കോള് വന്ന് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് എൻ്റെ ഫ്രണ്ട് ഒരുപാട് ദൂരത്തു നിന്ന് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, നോക്കൂ നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ ഇന്ത്യയിലുള്ള ഒരു വലിയ കോൺട്രവേഴ്സിയുടെ ഭാഗമായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ആൾക്കാർ ഭയങ്കര ക്രേസിയാണ്, ഈ മുഖന്മാർക്ക് ബോധവും വിവരവും ഒന്നും ഇല്ലേ എന്നുള്ള നൈസായിട്ടുള്ള ഒരു ഊക്കലാണ്. അവർക്ക് BJP ആരാന്നൊന്നും അറിയില്ല. എങ്കിലും കൊണ്ടത് ഈ പറഞ്ഞ ചങ്കുട്ടിൻ്റെ കൂടെ വന്ന മറ്റേ വേട്ടാവളിയനും ഇങ്ങനത്തെ കുറേ ചാത്തന്മാർ ഇന്നലെ ഇറങ്ങിയിരുന്നു. ആരാണിത്? ബ്രസീലാണ്, എന്താണ്, ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. ഏതായാലും ആ വീഡിയോ ഫുള്ള് കണ്ടു പെണ്ണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ ട്രാൻസ്ലേഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. Gente, contar pra vocês uma fofoca, vocês vão rir demais. Não, vou contar fofoca. Gente, estão usando uma foto minha, antiga. A foto é velha, tá? Ó, tava novinha na foto, devia ter uns 20 anos, 18 anos. Estão usando a foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E na Índia. Estão me colocando como indiana pra dar golpe nos outros, gente. Olha que loucura. Que doideira é essa que mundo nós estamos vivendo? Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão, no meu emprego, querendo conversar comigo pra entrevista. Aí eu não respondi, falei pra Tatá não passar meu número e tal. Aí o cara achou meu Instagram, me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto. Vou colocar aqui pra vocês, aqui embaixo pra vocês verem. Aqui. Vocês não vão acreditar. Ô, gente...